ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് അത് പറയാൻ പറ്റത് ഒന്നും കൂടി. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിപ്പോൾ ഉള്ളത് വയനാട് പുൽപ്പള്ളിയിൽ മിസ്റ്റി നൈറ്റ് ജംഗിൾ റിസോർട്ടിലാണ്. പേര് കുറച്ച് ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് പഠിച്ചെടുക്കാൻ കുറച്ച് ടൈം എടുത്തു. ഓക്കെ, നമ്മളിപ്പോൾ വെറുതെ ബോറടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു ഹൂ നോസ് മീ ബെറ്റർ സെഷൻ, ഒരു ഹൂ നോസ് മീ ബെറ്റർ വീഡിയോ ചെയ്യാം എന്ന് കരുതി. ഇപ്പോൾ ഇവരെ നിങ്ങൾക്ക് പരിചയമില്ലെങ്കിൽ ഇത് അഞ്ജു, ഇത് സോന. ഇവർ രണ്ടുപേരും എൻ്റെ കൂടെ ഹോസ്റ്റലിൽ ഒരേ റൂമിൽ ഒരേ പായിൽ കിടന്ന് അങ്ങനെ കഴിഞ്ഞ അപ്പം എന്നെ പറ്റി ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇവർക്ക് അറിയായിരിക്കും. എന്നാലും ഇവരിൽ രണ്ടുപേരിൽ ആർക്കാണ് എന്നെ കൂടുതലായിട്ട് അറിയുന്നതെന്ന് നമുക്ക് ഈ ഒരു സെഷനോട് കൂടി അറിയാൻ പറ്റും. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. 1 സെക്കൻഡ് ക്രൈറ്റീരിയസ് പറയണം. ആരാണ് ആദ്യം ഉത്തരം പറയുന്നത്? കൈ പൊക്കണോ പേര് പറയണോ? പേര് കൈ പൊക്കിയാലും മതി. എനിക്കത് പേര് പറയുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഫസ്റ്റ് നല്ല ഈസി ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് ഏറ്റവും പേടിയുള്ള ജീവി? സോന. പറ, ജീവി എന്താ? പല്ലി. യെസ്, കറക്റ്റ്. സോനക്ക് 1 പോയിന്റ് കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ്, മൈ ഫേവറേറ്റ് ഫുഡ്? സോന, ഐ തിങ്ക് ഇറ്റ്സ് ബിരിയാണി. യാ, കറക്റ്റ്. എല്ലാവർക്കും അറിയാവുന്നത്. The one thing I always forget? സോന. Yes. മറന്നിട്ടുണ്ട് മംഗളൂർത്ത്. പേഴ്സ് മറന്നിട്ടുണ്ട് ഇവളല്ലേ? പേഴ്സ്. She used to do that thing. അല്ല കൂടുതലും, പക്ഷെ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് കൊടയാണ്. മിക്കപ്പോഴും കൊട മറന്നു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കാത്തായിരിക്കും. മൈ ഫേവറേറ്റ് മൂവി ജോണർ? പറ. അഞ്ചു അല്ലേ? അഞ്ചു പറഞ്ഞോട്ടെ. റൊമാൻറ്റിക് ടൈപ്പ് അല്ല. സോന. ഫീൽ ഗുഡ്. യാ, കറക്റ്റ്. ഫീൽ ഗുഡ്. അതിൽ വരുന്ന എല്ലാം വരും. റൊമാൻറ്റിക്, ഫാമിലി, എന്റർടൈൻമെന്റ് എല്ലാം. ബട്ട് യൂഷ്വലി അമൃത എനിക്ക് തോന്നുന്നു റൊമാൻറ്റിക്കും ഇഷ്ടമാണ്. സോ ദാറ്റ്സ് വൈ ഷീ ടോൾഡ് ഇറ്റ്സ് ഓക്കേ. നല്ല ലവ് സ്റ്റോറീസ് ഒക്കെ വരുന്നത് എനിക്ക് ഇഷ്ടമാണ്. പിന്നെ മൈ ഫേവറേറ്റ് ടൈപ്പ് ഓഫ് മ്യൂസിക്? അഞ്ജു. ക്ലാസിക്കൽ. മെലഡീസ്. സോന. ഞാൻ എപ്പോഴും സോന മെലഡീസ്. വലിയ കാര്യമായിട്ട് പറഞ്ഞതാ. മെലഡീസ്. The first thing I do when I wake up. അവൾ ഉദ്ദേശിച്ചത് മെലഡീസാണ്. The first thing I do when I wake up. നിങ്ങൾക്ക് അറിയായിരിക്കും, നിങ്ങൾ പലപ്പോഴും ഹോസ്റ്റലിൽ കണ്ടിട്ടുണ്ടാവും. മുടി ചെയ്യും. Drink some water. എഴുന്നേറ്റ് പറയാൻ എന്ത് ചെയ്യും? ഫോൺ നോക്കും. നിങ്ങൾ എന്താ പേര് പറയാത്തത്? സോന. Drink some water. ഫോൺ നോക്കും. Or else look. അഞ്ജുന് അറിയായിരിക്കും. അഞ്ജു പലപ്പോഴും അത് പറഞ്ഞ് കളിയാക്കാറുണ്ട്. ഇവിടെ എന്താണ് ചെയ്യാറ്? എഴുന്നേറ്റ ഉടനെ ഞാൻ എന്താ ചെയ്യാ? നോക്കിയിരിക്കും വെറുതെ. എല്ലാവരും പ്രോസസ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ടൈം എടുക്കും എനിക്ക്. കാര്യം, വാട്ട്സ് ദ വൺ തിങ് ഐ എം ഓൾവേസ് ലേറ്റ് ഫോർ? For getting ready. സോന, for getting ready. ഗെറ്റിംഗ് റെഡി ഞാൻ വേഗം റെഡി ആവും. For taking bath. അതും ഞാൻ വേഗം കുളിക്കും. ഇനി അഞ്ജുവിന്റെ ലേറ്റ് ആവുന്നത് കോളേജിലെത്താൻ, അങ്ങനെയൊന്നും പറയാലോ. that both of us നമ്മൾ എപ്പോഴും ബസ് ലേറ്റ് ആയിരിക്കും. അല്ല, ഒരിനും റെഡി ആവും. പക്ഷെ വേറെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ ലേറ്റ് ആക്കി ബസ്സൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് കൊറോണ ടൈമിലൊക്കെ ബസ് മിസ്സായിട്ട് വേറെ എന്തെല്ലോ വണ്ടിയിലൊക്കെ കയറി പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആലോചിക്കുമ്പോ ഇറ്റ്സ് ലൈക്ക് ഭയങ്കര പേടി തോന്നും. മൈ ഫേവറേറ്റ് ഹോബി? സിംഗിങ്. സോന. സിംഗിങ്, ഡാൻസിങ്, ഡ്രോയിങ്. എടി, ഹോബി സിംഗിങ് ഒരു ഹോബിയാണ്. സ്ലീപ്പിംഗ്. കറക്റ്റ്. യൂസിങ് ഫോൺ. അത് വരും. ഇനി കുറച്ച് ഡീപ്പ് ആൻഡ് മീനിങ് ഫുൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇത്. ഹൂ നോസ് മീ ബെറ്ററിൽ വരുന്നതല്ല, പക്ഷെ നിങ്ങൾ എന്നെ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. ഞാൻ നിങ്ങളെ പഠിപ്പിച്ച ഏറ്റവും വലിയൊരു ലെസൺ എന്താണ്? Oh my god. I think it is take your own time for like എന്താ പറയാ, എന്തിനും നമ്മൾ കുറച്ച് സമയം കൊടുക്കുക.
അതാണ് ഞാൻ നിന്നെ പഠിപ്പിച്ച സമയം. നിന്നിൽ നിന്ന് പഠിച്ചത് ലൈക്ക്. ഓക്കെ, അഞ്ജുനൊന്നും പഠിച്ചില്ലേ? അഞ്ജുന് അധികം സമയം കിട്ടിയില്ല പഠിക്കാൻ. പഠിച്ചതെന്നല്ല, പക്ഷെ നല്ലൊരു ബിഹേവിയർ പറയാം. എല്ലാരോടും ഒരേപോലെ മിങ്കിൾ ചെയ്യും, സംസാരിക്കും, എല്ലാം മീൻസ് ഡോണ്ട് കെയർ. മീൻസ് ഉള്ളിൽ കൊണ്ട് നടക്കത്തില്ല. അതില്ല അതില്ല. And she always care about others, I guess. Yeah. അതെന്റെ ഒരു ശാപമാണ്. What's the one thing you admire most about me? ഓ കൊള്ളാലോ, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നു. Her curly hair. ഈ ഇടയ്ക്ക് ഫോട്ടോസ് ഒക്കെ ഇടുന്നത് നല്ല അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു. ബിക്കോസ് ഓഫ് മൈ ന്യൂ ഉദ്ദേശിച്ച ആൻസേഴ്സ് ഒന്നും നമ്മൾ പറയുന്നില്ല. What is the biggest challenge we have faced together? I don't think so. ആ കോളേജിൽ നിന്ന് കഴിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. Yeah, that obviously. എല്ലാവർക്കും കോളേജ് ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഫൺ ആൻഡ് എല്ലാവർക്കും ഒരു നൊസ്റ്റാൾജിക് ഫീൽ ആണ്. പക്ഷെ നമുക്ക് തള്ളി നീക്കിയ പോലെയാണത്. ഓ എനിക്ക് ഇനി ലൈഫിൽ ഏതെങ്കിലും ഒരു ഫേസ് റിലീവ് ചെയ്യാൻ പറഞ്ഞാൽ ഒരിക്കലും കോളേജ് ലൈഫ് നമ്മൾ പറയില്ല അല്ലേ? അമ്മേ, വാട്ട് ഈസ് ദ മോസ്റ്റ് മെമ്മറബിൾ തിങ് അബൌട്ട് മീ? മെമ്മറി, ബിഗസ്റ്റ് മെമ്മറി, ബ്യൂട്ടിഫുൾ മെമ്മറിയാ വിത്ത് മീ. ആ എന്താടി ഒരു മെമ്മറി പോലും പറയാനില്ലേടി നിനക്ക്? എന്തുവാടി ഇപ്പൊ പറയുക മെമ്മറി എന്ന് പറയാനായിട്ട്? ഇപ്പോ കോളേജിലത്തെ മെമ്മറി ആണെങ്കിൽ നമ്മള് എന്തെങ്കിലും ചെയ്തതേ ഉള്ളൂ. ആ അതെന്തായാലും പറ. എന്റെ കൂടെ ഉള്ളതെന്ന് പറയണ്ട, ഇൻ ജനറൽ പറ. കോളേജിലത്തെ ഒരു നല്ലൊരു മെമ്മറി പറഞ്ഞാല്. അതുപോലും ഇല്ല കണ്ടോ. ഇതാ ഇത്രയും നല്ലതാണ് നമ്മുടെ കോളേജ് ലൈഫ് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. നമ്മള് മറ്റേ ഡാൻസ് ഒക്കെ കളിച്ചത്. എനിക്ക് അമൃതയുടെ കൂടെ ഉള്ള ഒരു മെമ്മറി എന്ന് പറയുന്നത് ലൈക്ക് ബാംഗ്ലൂർ ഉണ്ടായിരുന്ന സമയത്ത് ലൈക്ക് എന്താ പറയാ, ഒരു മിനിറ്റ്. ബാംഗ്ലൂരുള്ള സമയത്ത് അമൃത ആക്ച്വലി നമ്മൾ ചെന്നൈക്ക് പോയ ടൈം ഇറ്റ് വാസ് ലൈക്ക് എ മെമ്മറബിൾ ഡേയ്സ്. ആൻഡ് നമ്മൾ വേറെ ഹോസ്റ്റലിൽ പോയി നിന്നതും പിന്നെ ചെന്നൈക്ക് പോയതും അവിടെ ഡാൻസ് ചെയ്തു ഒരു സ്റ്റേജിൽ. അതൊരു ബ്യൂട്ടിഫുൾ മെമ്മറി ആയിരുന്നു. ആൻഡ് ഷീ ഹെൽപ്ഡ് മീ സോ മച്ച് ടു ലേൺ ദോസ് സ്റ്റെപ്സ്. ഓക്കേ, യാ, അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ബോത്ത് ഫോർ ബീങ് എ പാർട്ട് ഓഫ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, ഹെൽത്തി ഹെയർ ടിപ്സ് എന്നാണ് പേര്. ഹെയർ കെയർ ടിപ്സും കാര്യങ്ങളൊക്കെ അവൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ അവളുടെ ചാനലും കൂടെ ഒന്ന് കണ്ടു നോക്കണം. ലിങ്ക് ഞാൻ എവിടെ കൊടുക്കാം? ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.